Good morning, everyone. Today we discuss about conflict perspectives. Conflictive perspectives എന്ന് പറയുന്നത് നമ്മുടെ sociological perspectivesലെ last unit ആണ്. ഇതിൽ നമ്മൾ തിയറീസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സ് എന്താണ് എന്നതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് കോൺഫ്ലിക്റ്റീവ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറും ആൻഡ് ചേഞ്ചും, അതായത് സൊസൈറ്റിന്റെ സ്ട്രക്ചറിനെയും ചേഞ്ചസിനെയും കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. കോൺഫ്ലിക്റ്റീവ് പെർസ്പെക്റ്റീവ്സിൽ പറയുന്നത് അതായത് സൊസൈറ്റിയിലുള്ള എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട്, പിന്നെ ഇനീക്വാലിറ്റീസ്, ഡോമിനേഷൻ, അങ്ങനെയുള്ള സൊസൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു തിയറിറ്റിക്കലായിട്ടുള്ള ഇവല്യൂഷൻ ആണ് ഏതിൽ കാണിക്കുന്നത്, ഈ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സിൽ കാണിക്കുന്നത്. അപ്പൊ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സിന്റെ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറീസ് ആണ്. ക്ലാസിക്കൽ തിയറീസ് എന്താണെന്ന് നോക്കി. ക്ലാസിക്കൽ തിയറീസിൽ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സിന്റെ ഒരു സൊസൈറ്റി എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള തിയറീസുകളാണ് ഇതിൽ പറയുന്നത്, ഈ ക്ലാസിക്കൽ തിയറീസിൽ പറയുന്നത്. അപ്പൊ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഫോർമേഷണൽ ഏർലിയസ്റ്റ് തിയറിയാണ് ഏത് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ തിയറീസിൽ രണ്ട് ഗ്രൂപ്പാണ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്ന് പറയുന്നത്. ഒന്ന് സോഷ്യൽ ഗ്രൂപ്പും മറ്റൊന്ന് ഇന്ററസ്റ്റഡ് ഗ്രൂപ്പും. ഇവരെന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായാൽ തന്നെ നമുക്ക് സൊസൈറ്റിയിൽ ഒരു ഓപ്പോസിറ്റ് ഗോൾ ഉണ്ടാക്കാൻ പറ്റും ഏതില് എന്ന അഭിപ്രായമാണ് ഇതിനുള്ളത്, ക്ലാസിക്കൽ തിയറീസിനുള്ളത്. ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ഈ ക്ലാസിക്കൽ തിയറിസ്റ്റിന്റെ അഭിപ്രായത്തില് സൊസൈറ്റിയിൽ ഇവല്യൂഷൻ വരണമെങ്കിൽ എന്ത് വരണം, ട്രാൻസ്ഫോർമേഷൻസ് വരണം, എങ്കിലാണ് സൊസൈറ്റിയിൽ ഇവല്യൂഷൻ ഉണ്ടാവുക എന്നുള്ള അഭിപ്രായമാണ് ആർക്കുള്ളത്, ക്ലാസിക്കൽ തിയറിസ്റ്റിനുള്ളത്. പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കൽ തിയറിസ്റ്റ് ആണ് കാറൽ മാർക്സ്. 19th സെഞ്ചുറീസിലായിരുന്നു കാറൽ മാർക്സിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ കാറൽ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് എന്ത് പറയുന്നുണ്ട്, ഒരു ക്ലാസിക്കൽ തിയറിസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ക്ലാസിക്കൽ തിയറിസ്റ്റ് ഇതില് കാറൽ മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് ആണ് അതിൽ ആരുപയോഗിക്കുന്നത്, മാർക്സ് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ബേസ്ഡ് ഓൺ ആ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എക്കണോമിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് നടക്കുന്നത്, സൊസൈറ്റിയില് ഡിസ്ട്രിബ്യൂഷൻസ് നടക്കുന്നത്. അതായത് എക്കണോമിക്കലി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സൊസൈറ്റിയിലും ഓരോന്നാക്കിയിട്ടാണ് പിന്നെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് എന്നാണ് അഭിപ്രായമാണ് ആർക്കുള്ളത്, കാറൽ മാർക്സ്. അപ്പൊ ആ എക്കണോമിക് സൊസൈറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഹയസ്റ്റും ഒരു ലോവസ്റ്റും ആയിരിക്കും. അപ്പൊ ആ ലോവസ്റ്റ് ഹയസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓണർഷിപ്പിനെയാണ് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പ്സുകൾ ഉണ്ടായിരിക്കും ഏതിൽ, സൊസൈറ്റിയിൽ എന്ന് പറയുന്നത്. ഒന്ന് ക്യാപിറ്റൽ ഓണർഷിപ്പ് നേടുന്ന ക്യാപിറ്റൽ ഓണർഷിപ്പ് ആയിരിക്കും ബൂർഷ്വാസിക്ക്. ബൂർഷ്വാസികൾ ഒരു ബൂർഷ്വാസി ടീമിനെയും പ്രോളിറ്റേറിയൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ, അതായത് ഈ ക്യാപിറ്റൽ ടീമിന് ഒരു വർക്കേഴ്സ് വേണം വേണ്ടേ, അങ്ങനെയുള്ള ഈ ക്യാപിറ്റൽ ടീമിന്റെ വർക്കേഴ്സിനെ എന്ന് പറയുന്നത് പ്രോളിറ്റേറിയൻസ്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഏതിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, മാർക്സ് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. ഒന്ന് ക്യാപിറ്റലിസ്റ്റും മറ്റേത് ഇതാണ് പ്രോളിറ്റേറിയൻ, അതായത് അതിന്റെ വർക്കേഴ്സ്. പിന്നെ രണ്ട് വർക്കേഴ്സ് ഉണ്ടാവും എന്നുള്ളത് ഒരു സൊസൈറ്റി ആയിരിക്കും വിഭാവനം ചെയ്യുന്നത്, ആരും മാർക്സ് വിഭാവനം ചെയ്യുന്നത്. ഇതിന്റെ പൊളിറ്റിക്കൽ ഇത് ലേബർ എക്സ്പ്ലോയിറ്റഡ് ടു ബൂർഷ്വാസി. ഇങ്ങനെയുള്ള ഈ എക്കണോമിക്കലി ഡിവിഷൻ ചെയ്യുന്നതിൽ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ ആര് ഇതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും, പ്രോളിറ്റേറിയൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യും. കാരണം അവർ വർക്കേഴ്സ് ആണ്. ഇതിൽ ക്യാപിറ്റലിസത്തിനായിരിക്കും കൂടുതൽ ഇതുണ്ടാവും. അപ്പൊ ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാം, ബൂർഷ്വാസികൾ ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, പ്രോളിറ്റേറിയൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും. അതിന്റെ പൊളിറ്റിക്കൽ ടേം എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുമ്പോഴേ രണ്ട് ഗ്രൂപ്പുകൾ അതിലൊന്നുണ്ടാവും. അതിലെന്ന് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹാവ്സും മറ്റേത് ഹാവ് നോട്ടും ആണ്. ഈ ഹാവ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, ബൂർഷ്വാസികളും. ഹാവ് നോട്ട് എന്ന് പറയുന്നത് പ്രോളിറ്റേറിയൻസും ആണ്. രണ്ട് ഗ്രൂപ്പ് പൊളിറ്റിക്കലി ടേം ചെയ്ത് വെക്കുമ്പോഴേ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതൊന്ന് ഹാവ്സും മറ്റൊന്ന് ഹാവ് നോട്ടും ആണ്. ഈ ഹാവ്സ് എന്ന് പറയുന്നത് ആരാണ്, ക്യാപിറ്റലിസ്റ്റുകളും. ഹാവ് നോട്ട് എന്ന് പറയുന്നത് പ്രോളിറ്റേറിയൻസും ആണ്. അങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ എവിടെ നടക്കും, സൊസൈറ്റിയിൽ നടക്കും എന്നുള്ളതാണ് മാർക്സ് ഇതിൽ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത്. ഈ തിയറി സോഷ്യൽ ഇവല്യൂഷൻ ഓൾസോ
പ്രഡിക്റ്റബിൾ. ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് ഏതിനാണ്? ഓൾറെഡി സോഷ്യൽ ഇവല്യൂഷനെയാണ് അത് ഏത് പ്രഡിക്റ്റ് ചെയ്യുന്നത്? മാർക്സിന്റെ ക്യാപിറ്റലിസ്റ്റ് പ്രോളിറ്റേറിയൻസിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് മാർക്സ് വിഭാവനം ചെയ്യുന്നത്. ഈ തിയറി സോഷ്യൽ ഇവല്യൂഷൻ ഓൾസോ പ്രഡിക്റ്റഡ്. ഈ സോഷ്യൽ ഇവല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുമ്പോഴേ ഇവിടെ എന്ത് ചെയ്യും? ഫ്യൂഡലിസവും ക്യാപിറ്റലിസവും നിലവിൽ വരികയും ഫോളോവേഡ് ബൈ സോഷ്യലിസം. അപ്പൊ ഇത് രണ്ടും കൂടി കഴിഞ്ഞാല് ഫ്യൂഡലിസത്തിനെ നമ്മൾ ഇവിടെ എന്ത് വേണം? ഈ ഫ്യൂഡലിസം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ബുർഷ്വാസി ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് വേണം? ഒരു സോഷ്യലിസം നടപ്പാക്കണം എന്നാണ് ആര് പറയുന്നത്? മാർക്സ് പറയുന്നത്. അപ്പൊ മാർക്സിന്റെ അഭിപ്രായത്തില് കോൺഫ്ലിക്ട് പെർസ്പെക്ടീവ്സിലത്തെ ഒരു മെയിൻ തിയറിയാണ് ഇത് ക്ലാസിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ തിയറീസിലെ രണ്ട് ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒന്ന് സോഷ്യൽ ഗ്രൂപ്പും മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഗ്രൂപ്പും. ഇതിലാണ് എന്ത് നടക്കുന്നത്? ഇവല്യൂഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ട്? കോൺഫ്ലിക്ട് പെർസ്പെക്ടീവ്സിൽ വെച്ച്. അപ്പൊ എന്തിലും രണ്ട് ഗ്രൂപ്പുകൾ അതിലൊരു കോൺഫ്ലിക്ട് സംഭവിക്കുക എന്നുള്ള തരത്തിലാണ് ഇതിലുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്ലാസിക്കൽ തിയറിസ്റ്റ് ആണ് ആര്? കാറൽ മാർക്സ് എന്ന് പറയുന്നത്. കാറൽ മാർക്സ് ഏതിലുള്ള 19th സെഞ്ച്വറീസിലാണ്. കാറൽ മാർക്സിന്റെ അഭിപ്രായത്തില് ഒരു സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അൺഈക്വൽ ആയിട്ടുള്ള എക്കണോമിക് ഡിവിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് ഏതായിട്ട് ഡിവൈഡ് ചെയ്യാം? രണ്ട് ഗ്രൂപ്പ്സുകൾ ഉണ്ടാവാം. അതൊന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് പ്രോളിറ്റേറിയൻസും ആണ്. ക്യാപിറ്റലിസ്റ്റിന്റെ കയ്യിലായിരിക്കും എന്ത്? എക്കണോമിക് വെൽത്ത് എന്ന് പറയുന്നത്. പ്രോളിറ്റേറിയൻസ് വർക്ക്സും ആണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും എന്ത് വിളിക്കുന്നുണ്ട്? മാർക്സ് ഹാവ്സും ഹാവ് നോട്ട്സും എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഹാവ്സും ഹാവ് നോട്ട്സും പിന്നെ എന്നാണ് ഇതിൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മെയിൻ ബുക്സ് ആണ് ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹാവ്സിനെയും ഹാവ് നോട്ടിനെയും കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ തിയറി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയില് മാർക്സ് എന്ത് ചെയ്യുന്നുണ്ട്? തിയറിയിൽ നമുക്ക് എന്ത് വരുത്താൻ പറ്റും? സോഷ്യൽ ഇവല്യൂഷൻ വരുത്താൻ പറ്റും. ആ സോഷ്യൽ ഇവല്യൂഷൻ വരുത്തുമ്പോൾ സൊസൈറ്റിയിൽ സോഷ്യലിസം വരാനുള്ള കോൺസെപ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് കൂടുതൽ ഇത് കൊടുത്തുകൊണ്ട് റിഫോളോവ്ഡ് ബൈ സോഷ്യലിസത്തിന് കൂടുതൽ വിഭാവനം ചെയ്യപ്പെടുമെന്നുമാണ് ആര് പറയുന്നത്? കാറൽ മാർക്സ് പറയുന്നത്. രണ്ടാമത്തെ തിങ്കറാണ് ലാസ്റ്റ് കേട്ടോ. രണ്ടാമത്തെ തിങ്കേഴ്സ് ആണ് മാക്സ് വെബർ. ഫസ്റ്റ് വൺ ആര്? കാറൽ മാർക്സ്. സെക്കൻഡ് വണ് മാക്സ് വെബർ. മാക്സ് വെബർ ആണ് രണ്ടാമത്തേത്. മാക്സ് വെബർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയാണ് മാർക്സിയൻ തിയറി. മാർക്സിയൻ തിയറി എക്കണോമിക് നോൺ എക്കണോമിക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ആര് കൊണ്ടുവരുന്നത്? മാർക്സിന്റെ അഭിപ്രായത്തിൽ രണ്ടായിട്ടാണ് ഉള്ളത് സൊസൈറ്റി എന്ന് പറയുന്നത്. ഒന്ന് എക്കണോമിക്സും മറ്റൊന്ന് നോൺ എക്കണോമിക്സും ആണ്. അപ്പൊ അതിനൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് ആര് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? മാർക്സ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഐഡിയൽ ടിപ്പിക്കൽ ബ്യൂറോക്രസി ആൻഡ് ഐഡിയൽ ടിപ്പിക്കൽ ഒന്ന് ബ്യൂറോക്രസി, ഐഡിയൽ ടിപ്പിക്കൽ ആൻഡ് ബ്യൂറോക്രസി, ഐഡിയൽ ടിപ്പിക്കൽ ബ്യൂറോക്രസി ആൻഡ് പ്രോളിറ്റേറിയൻസ്. മാർക്സിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റി എന്ന് പറയുന്നത് മൂന്നാണ്. ഐഡിയൽ ഗ്രൂപ്പ്സ്, ഐഡിയൽ ടിപ്പിക്കൽസ്, ബ്യൂറോക്രസി ആൻഡ് പ്രോളിറ്റേറിയൻസ്. അങ്ങനെ മൂന്ന് ഡിവിഷൻ ആണ് ആര് കൊടുക്കുന്നത്? മാർക്സ് കൊടുക്കുന്നത്. അപ്പൊ മാർക്സിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് ആര് കൊടുക്കുന്നത്? മാർക്സ് കൊടുക്കുന്നത്. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്ന് ഐഡിയൽ ടിപ്പിക്കൽ ആണ്, രണ്ട് ബ്യൂറോക്രസി ആണ്, മൂന്നാമത്തത് പ്രോളിറ്റേറിയൻസ് ആണ്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലും എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവിഷൻ ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് ആണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ മാർക്സിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിനെ എന്ത് പറയുന്നത്? ചർച്ചും എക്കണോമിക്കിന്റെയും അടിസ്ഥാനം, അതായത് റിലീജിയന്റെയും എക്കണോമിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് ഇതാക്കുന്നത് മാർക്സ് വിഭാഗം ചെയ്ത്. അതായത് സ്റ്റേറ്റ്, ചർച്ച്,
എക്കണോമിക്. ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് ആര് മാർക്സ് വിഭാവനം ചെയ്തത്, സൊസൈറ്റിയെ വിഭാവനം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ സെൻട്രൽ ഡോമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും, എക്കണോമിക്സിനായിരിക്കും. ടു എക്സ്പ്ലോയിറ്റ് ഹാവ് ഇൻക്രീസ് ഇൻ ഓർഡർ ടു ബി എഫക്റ്റീവ് ഇലക്ഷൻ പ്രോസസ്. അതായത് ഇതിന്റെ അഭിപ്രായത്തിലും ഡൊമിനിയൻ പവർ എന്ന് പറയുന്നത് ആർക്കായിരിക്കും, ബ്യൂറോക്രസിക്ക്. പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ആയിട്ട്, ചർച്ച ഇത് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇലക്ഷൻ പ്രോസസ്സും ഒക്കെ നടത്താൻ ഏതിന് കഴിയും, ഈ ബ്യൂറോക്രസിയിൽ നടത്താൻ പറ്റും. അപ്പൊ മാർക്സിന്റെ അഭിപ്രായത്തില് സൊസൈറ്റി എന്ന് പറയുന്നത് എക്കണോമിക്കലി ആൻഡ് നോൺ എക്കണോമിക്കുമായിട്ട് നോൺ എക്കണോമിക്കുമായിട്ടാണ് സൊസൈറ്റിയെ എന്ത് ചെയ്തത്, ഡിവിഷൻ ചെയ്തത്. ആ ഡിവിഷൻ ചെയ്തതിൽ എക്കണോമിക് നോൺ എക്കണോമിക്കും എന്ന് പറയുന്നത് 3 ആണ്. ഒന്ന് ഐഡിയൽ ടിപ്പിക്, രണ്ടാമത്തെ ബ്യൂറോക്രസി, 3 പ്രോളിറ്റേറിയൻസ്. അതായത് സ്റ്റേറ്റ്, ചർച്ച് ആൻഡ് എക്കണോമി എന്ന തലത്തിലാണ് അത് ആര് വിഭാവനം ചെയ്യുന്നത്, മാർക്സ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, ഇൻ ഓർഡർ ടു എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സോഷ്യൽ ഡിവിഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ സോഷ്യൽ ഇവല്യൂഷൻ വരുത്താൻ പറ്റും എന്നുള്ളതും ആര് മാർക്സ് വിഭാവനം ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പൊളിറ്റിക്കലി വരുമ്പോൾ ഇലക്ഷൻ പ്രോസസ്സുകൾ എന്നുള്ള കാര്യങ്ങളും പിന്നെ എക്സ്പ്ലോയിറ്റേഷനെയും എന്നുള്ളതിനെയും ഒഴിവാക്കാനും ഏതിൽ പറ്റും, ഈ ഡിവിഷൻ ഓഫ് ഇതിൽ വരുമ്പോഴേ സൊസൈറ്റിയെ ഡിവിഷൻ ചെയ്യുമ്പോൾ വരാൻ പറ്റുമെന്നാണ് മാർക്സ് ഇതിൽ പറയുന്നത്, മാർക്സിയൻ തിയറിയിൽ പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത്, മൂന്നാമത്തെ തിങ്കറാണ് ലെവിസ്-കോസർ. ലെവിസ്-കോസർ ആണ് നെക്സ്റ്റ്. ലെവിസ്-കോസറിന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം ഏത് തിങ്കറാണ്, ഒരു ബ്രിട്ടീഷ് ആണ്. 1913 ഇദ്ദേഹത്തിന്റെ ബർത്ത് എന്ന് പറയുന്നത്. ബെർലിൻ ആണ് ലെവിസ്-കോസറിന്റെ നാറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത്. ലെവിസ്-കോസറിന്റെ അഭിപ്രായത്തിന് സൊസൈറ്റി എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ്, സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇൻഹെറന്റ് ആണ്, നോട്ട് ജസ്റ്റ് ഇൻ എ സൊസൈറ്റിയിൽ ബട്ട് ഇൻ ദ ഹ്യൂമൻ പേഴ്സൺ. അതായത് സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ലെവിസ്-കോസറിന്റെ അഭിപ്രായത്തിൽ ഇൻഹെറന്റ് ആയിട്ടുള്ളതാണ്, അത് വ്യക്തികൾ തമ്മിലല്ല വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിന്നെ കോൺഫ്ലിക്റ്റ് അത്യാവശ്യമാണ് എന്നാണ് ലെവിസ്-കോസറിന്റെ അഭിപ്രായം. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഹേവിയർ. ഇത് ഏതിന്റെ ഭാഗമാണ്, ഒരു സൊസൈറ്റിയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് അത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റിൽ ഒരു ഇവല്യൂഷൻ ഏതിൽ വേണം, ഒരു സൊസൈറ്റിയിൽ വേണം. ആ സൊസൈറ്റിയിൽ അത് ഉണ്ടായാലാണ് അതെന്ത് ചെയ്യുക, ഗുഡ് സൊസൈറ്റി ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ള അഭിപ്രായമാണ് ആർക്കുണ്ടായിരുന്നത്, ലെവിസ്-കോസറിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സൊസൈറ്റിയെ ഇദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിരുന്നു കൺസെപ്റ്റ് ഓഫ് ആബ്സല്യൂട്ട് ഡിപ്രിവിയേഷൻ. ഇദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ആബ്സല്യൂട്ട് ഡിപ്രിവിയേഷൻ. അബ്സല്യൂട്ട് ഡിപ്രിവിയേഷൻ ആണ് ലെവിസ്-കോസറിന്റെ മെയിൻ ഒരു തിയറി എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഇവിടെ സൊസൈറ്റിയിൽ ലാക്ക് ഓഫ് റിസോഴ്സസ് ഏബിൾ ടു സർവൈവ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയിൽ നമുക്ക് ലാക്ക് ഓഫ് റിസോഴ്സസിന്റെ ലാക്ക്നെസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തിന്റെയും ഒരു അഭാവത ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. അപ്പൊ നമ്മൾ സർവൈവ് ചെയ്തെന്ന് നമ്മൾ നേടിയെടുക്കുമ്പോൾ ആ സൊസൈറ്റിക്ക് ഒരു ബെറ്റർ കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ സർവൈവേഴ്സിനാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്, കോസർ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ആ തിയറി, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആയിരുന്നു ആബ്സല്യൂട്ട് ഡിപ്രിവിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവൈവ് വരുത്തുമ്പോൾ ഇവിടെ എന്താവും, സർവൈവ് ചെയ്ത് അത് സ്ട്രഗിൾ ചെയ്ത് നേടുന്നവൻ റിച്ചും, പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആൾ എന്ത് ചെയ്യും, ഒരു ഓർഡിനറി പീപ്പിളുമായിട്ട് ഒരു 2 ഡിവിഷൻ ഓഫ് വരും. അതുകൊണ്ട് തന്നെ അത് പിന്നെ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് ആര് വിഭാവനം ചെയ്യുന്നത്, കോസർ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ എൻകറേജ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയിൽ ഇത് നടത്തണം, 2 ഡിവിഷൻ ഓഫ് ലേബർ നടത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്, കോസർ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫംഗ്ഷണലി ആൻഡ് കോൺഫ്ലിക്റ്റ് ക്ലാസിഫൈ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഗ്രൂപ്പ്. പിന്നെ എന്താ വെച്ചാൽ ഫംഗ്ഷണൽ, ഇതൊരു തിയററ്റിക്കലായി പറയുമ്പോൾ ഫംഗ്ഷണലി ഇതിനെ നമ്മൾ കോസർ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. സൊസൈറ്റിയിലുള്ള കോൺഫ്ലിക്റ്റിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അത് ഒന്ന് എക്സ്റ്റേണലും മറ്റേത് ഒന്ന് ഇന്റേണൽ ഗ്രൂപ്പുകളും തമ്മിലുള്ളതാണ്.
എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ളതാണ്. ആ എക്സ്റ്റേണൽ ഇന്റേണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്